ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ചിലരുടെ ധാരണ ദീനിന് ഒരു വിലയും വെക്കാതെ, ശരീഅത്തിനൊരു വിലയും വെക്കാതെ ഏത് തോന്നിവാസം ചെയ്യുന്നതാണ് ത്വരീഖത്ത് എന്ന് ധരിച്ച ചില ആളുകൾ ഉണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷേഖ് അബുൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അങ്ങ് ദിമ്യാത്തിന്റെ അടുത്തുള്ള ഒരു വലിയ ജുമാഅത്ത് പള്ളിയിൽ ശിഷ്യന്മാരുമൊത്ത് മുരീദന്മാരുമൊത്ത് ദിക്ർ സംഘടിപ്പിച്ചു. നമ്മളെ ഈ കേരളത്തിൽ നല്ല ദിക്ർ ഹൽഖ ആദ്യമായി ആരംഭിച്ചത് ബാവസ്ഥാദാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ തുടങ്ങിയത് അത് കണ്ടിട്ടാണ്. നല്ല ദിക്റിന്റെ സദസ്, ധാരാളം മുഅ്മിനീങ്ങൾ വന്ന് ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹമാഇ റളിയല്ലാഹു തആല അൻഹു ദിക്റൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ നോക്കുമ്പോൾ പള്ളീൻ്റെ അപ്പുറത്ത് നിന്ന് വേറൊരുത്തർക്ക് ഒരു ദിക്ർ ഹൽക്ക, വേറൊരു വ്യക്തിയുടെ ഒരു ദിക്ർ. അയാൾ ആരാ? അദ്ദേഹം ഞാൻ സൂഫിയാണെന്ന് വാദിക്കുന്ന, ഞാൻ തരീഖത്തുകാരനാണെന്ന് വാദിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം തരീഖത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇബ്നു അബിൽ ഹമാഇ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സങ്കടത്തിലാണ്. എന്താ സങ്കടം? അദ്ദേഹം ഞാൻ തരീഖത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നു. فأظهر لهم من الخوارق ما أوجب لغالب أهل البلد أنهم تبعوا فظهر منه انحلال كثير عن طريق الاستقامة حتى أغوى كثيرين. ധാരാളം ആളുകളെ അദ്ദേഹം പഴപ്പിച്ചു കളഞ്ഞു. ഞാൻ സൂഫിയാണ്, ഞാൻ തരീഖത്തുകാരനാണ്, ഞാൻ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, ഔലിയാക്കളെ വഴിയിലാണ് എന്നൊക്കെയാണ് വാദിക്കുന്നത്. എന്നിട്ട് അയാൾ ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണ്. ഈ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാരായ സാധാരണക്കാർ പലരും അയാളെ പിന്നാലെ കൂടി. അത്ഭുതം കണ്ടാൽ ജനങ്ങൾ പിന്നാലെ പോകുമല്ലോ, അങ്ങനെ പിന്നാലെ കൂടി. എന്നിട്ട് അദ്ദേഹം എത്രയോ ഹറാമുകൾ ഹലാലാക്കുകയാണ്, എത്രയോ ഹറാമുകൾ ഹലാലാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ത്വരീഖുൽ ഇസ്തിഖാമ, നേർക്ക് നേരെ ജീവിക്കുന്ന മുസ്തഖീമായ വഴിയിൽ നിന്ന് അദ്ദേഹം പഴച്ചുപോയി. ഒരുപാട് ആളുകൾ അദ്ദേഹം പഴപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വകയിലുണ്ട് പള്ളീൻ്റെ അങ്ങപ്പുറത്ത് വേറൊരു ദിക്ർ. മഹാനായ ഇബ്നു അബിൽ ഹമാഇ റളിയല്ലാഹു അൻഹു ഈ ദിക്ർ, സുന്നത്ത് ജമാഅത്തിന്റെ ദിക്റിന്റെ സദസ്, നല്ല ശരിയായ ശൈഖ്, ശരിയായ വലിയ, ശരിയായ തരീഖത്തിലുള്ള ആള് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഗുരുവരിയാണ്. ഇബ്നു അബിൽ ഹമാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് അവന്റെ ദിക്റും സദസ്സും കണ്ടിട്ട് വല്ലാത്ത വിഷമം. ഇവൻ ദിക്ർ ചൊല്ലിയ ആളുകളെ പറ്റിക്കാണല്ലോ, അത്ഭുതം കാണിച്ച ആളുകളെ പറ്റിക്കാണല്ലോ, വിവരമില്ലാത്തവർ ഇവന്റെ വലയിൽ കുടുങ്ങി പിഴച്ചു പോവുകയാണല്ലോ എന്ന മാനസികമായ വിഷമം മഹാനവറുകൾ ഉടനെ തന്നെ വിളിച്ചു. മഹാനവറുകളുടെ 2 ചെരിപ്പിണ്ടപ്പുറം അല്ലെങ്കിൽ 2 ഷൂണ്ടപ്പുറം കാലിന് പാദരക്ഷ, ആ പാദരക്ഷയെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ അവൻ സത്യത്തിലല്ലെങ്കിൽ പോയിട്ട് കൊടുക്കൂ, അവന്റെ പെരടിക്ക് അടി, പള്ളിയിൽ നിന്ന് പുറത്താക്കൂ. പറഞ്ഞു തീരുമ്പോഴേക്ക് ആ ചെരിപ്പുകൾ 2 അതാ പറന്നു പോകുന്നത് പോലെ നേരെ ചെന്നിട്ട് ഈ വ്യാജ ശൈഖിന്റെ പെരടിക്ക് കൊടുക്കുകയാണ് അടി. മുരീദന്മാരിതിങ്ങനെ കേൾക്കുകയാണ് അടിയുടെ ശബ്ദം, കാണുകയാണ് സംഭവം. സുബ്ഹാനല്ലാഹ്, അടിച്ച് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, അവന്റെ കൂടെയുള്ളവരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കി, പിന്നെ നാട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കി. പിന്നെ അവൻ പോയ വഴി കണ്ടിട്ടില്ല. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ദിക്ർ ചൊല്ലിയിട്ട് ആളുകളെ പറ്റിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അത്ഭുതം കാണിച്ച് പറ്റിക്കുന്നവരുണ്ട്. ശരീഅത്തിന്റെ നിയമം ഇസ്തിഖാമത്തോടുകൂടെയുള്ള ജീവിതമില്ലാത്ത ഒരാളെയും പിന്തുടരൽ അനുവദനീയമല്ല. ദിക്ർ കണ്ട് പെട്ടുപോകരുത്, അത്ഭുതം കണ്ട് പെട്ടുപോകരുത്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ ഈ സംഭവം 304-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് ഹറാമുകൾ ഹലാലാക്കി പ്രവർത്തിക്കാൻ പലർക്കും വല്ലാത്ത ആവേശമാണ്. അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മൾ കേരളക്കാരാണ്, കേരളം അനുഗ്രഹീതമായൊരു നാടാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളെ നയിച്ച പണ്ഡിതന്മാരാണ് കേരളത്തിലെ പണ്ഡിതന്മാർ. നിങ്ങൾ നോക്ക്, വിദേശത്തൊക്കെ പോയാൽ
പല സ്ഥലത്തും അവർ ദുആ ചെയ്യും, ഫാത്തിഹ വിളിക്കും. അവർ നമ്മളെ നാട്ടിൽ വന്നാലും നിങ്ങൾക്ക് കാണാം, ദുആ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ ഫാത്തിഹ എന്ന് പറയും. നമ്മൾ നേരെ തിരിച്ചാ, നമ്മൾ ആദ്യം അൽ ഫാത്തിഹ പിന്നെ ദുആ. എന്താ കാരണം? നമ്മളത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളത് കുറച്ച് കൂടുതൽ നല്ലതാണ്. കാരണം നേരത്തെ ഓതുന്നതിന് മുമ്പ് തന്നെ ആരുടെ പേരിൽ എന്ന് തീരുമാനിച്ച് നിയ്യത്ത് ചെയ്ത് എന്നിട്ട് ഓതിയിട്ട് ദുആ ചെയ്താൽ മരിച്ചവർക്ക് അത് പരിപൂർണമായും അതിൻ്റെ ഫലം ലഭിക്കും എന്നത് എല്ലാ അഭിപ്രായപ്രകാരവും ലഭിക്കും. എല്ലാ അഭിപ്രായപ്രകാരവും അവർക്ക് ഫലം ചെയ്യും. അതിനാണ് നമ്മൾ ആദ്യം ഫാത്തിഹ ഓതിയിട്ട് പിന്നെ ദുആ ഇറക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ തന്നെ ആദ്യം ദുആ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം അൽ ഫാത്തിഹ എന്ന് പറയും. അതിന് തെറ്റൊന്നുമില്ല. അത് രണ്ടാമത്തെ ഒരു ഭാഗം. അത് നമ്മളുടെ ഇതിൻ്റെ അത്ര പരിപൂർണമല്ല. നമ്മളെ ഏറ്റവും പരിപൂർണമായ രൂപമാണ് നമ്മുടേത്. നമ്മളുടേത് എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയവും. കാരണം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മഹാന്മാർ വലിയ തരീഖത്തിൻ്റെ ശൈഖന്മാരായിരുന്നു, ഖാദിരിയ തരീഖത്തിൻ്റെ മശായിഖന്മാർ. അങ്ങനെയാണ് ഇവിടെ ഈ മുഹീദ്ദീൻ മാലയും മുഹീദ്ദീൻ മൗലിദും ദിഫായി മാലയും ദിഫായി മൗലിദും ഷാദുലി റാത്തീബും ഒക്കെ വന്നത് വലിയ വലിയ മശായിഖന്മാരും തരീഖത്തും ഇവിടെ ഉള്ളത് കൊണ്ടാണ്. നമ്മളാരും തരീഖത്തിൻ്റെ വിരോധികളല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ചിലർ പറയും ഞങ്ങളെ തരീഖത്തുകാർ എന്ന് വിളിച്ചിട്ട് ഇവർ തരീഖത്തിൻ്റെ വിരോധികളാണ്. അങ്ങനെയൊന്നല്ല. മഹാനായ പുല്ലൂക്കർ ഉസ്താദ് പറയാറുണ്ട്, താടി വെക്കൽ സുന്നത്താണ്, പക്ഷേ താടിക്കാരൻ എന്ന് പറയുന്ന ആദ്യം താടി വേണ്ട. താടിക്കാരൻ എന്ന് പറയുന്ന താടി വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കാണാം, ചില പുത്തൻവാദികൾ സെൽഫികളൊക്കെ വെച്ച താടി ഒരു താടി അങ്ങോട്ട് വെച്ചിട്ട് സുഖാനത ഒപ്പിക്കലും ഇല്ല, തൊടലും ഇല്ല, ഇങ്ങനെ വരുമ്പോലെ വരട്ടെ എന്നുള്ള നിനക്കുള്ള താടി, താടിക്കാരൻ എന്ന് പറയുന്ന താടി. ഇതുപോലെ തരീഖത്തുകാരൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ശരീഅത്തില്ലാതെ ഞാൻ തരീഖത്തുകാരനാണെന്നും പറഞ്ഞിട്ട് ഈ ലെവലില്ലാതെ വെച്ച താടി പോലെ ലെവലില്ലാത്ത തരീഖത്ത്, അതുകൊണ്ടാണ് തരീഖത്തുകാരൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ തരീഖത്തിനെതിരായതുകൊണ്ടല്ല. നമ്മൾ തരീഖത്തിനെ അംഗീകരിക്കുന്നവരും തരീഖത്ത് വേണമെന്ന് ശക്തമായി വാദിക്കുന്നവരുമാണ്. പക്ഷെ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ആടുന്നതിൻ്റെ പേരല്ല തരീഖത്ത്, കുറേ പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുന്നതിൻ്റെ പേരല്ല തരീഖത്ത്, കുറേ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുന്നതിൻ്റെ പേരല്ല തരീഖത്ത്, ഹറാമും ഹലാലും ഇല്ലാതെ പാട്ടുപാടുന്നതിൻ്റെ പേരല്ല തരീഖത്ത്. തരീഖത്ത് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കലാണ്, ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ. വേറെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ചില കൗലൊക്കെ എടുത്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, തരീഖത്തുകാർക്കൊന്നും പറ്റില്ല. തരീഖത്തുകാർ ഏറ്റവും ഒരു കൗല് പ്രകാരവും തെറ്റില്ലാത്ത കാര്യം, ഒരു കൗല് പ്രകാരവും തെറ്റില്ലാത്ത കാര്യം, എല്ലാ കൗല് പ്രകാരവും ശരിയായ കാര്യം, അങ്ങനത്തെ സ്വീകരിക്കേണ്ടവരാണ് തരീഖത്തുകാർ. മറ്റുള്ളവർ ചെയ്യുമ്പോഴൊന്നും അവർക്ക് ഏതെങ്കിലും കൗലെടുത്തിട്ടൊന്നും പണിയെടുക്കാൻ പാടില്ല. ഏറ്റവും സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്നവർ. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ദർസിൽ ഒരു മുതഅല്ലിം വന്നു ചേർന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നാണ് പേര്. റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വലിയ പണ്ഡിതനായ ഇമാമായ മഹാനാണ്. പക്ഷേ വന്നു ചേരുന്ന സമയത്ത് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് താടിയും മീശയും മുളച്ചിട്ടില്ല, അമ്രതാണ്, അഥവാ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കുട്ടി ദർസിൽ വന്ന് ചേരുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കിപ്പോയി. മഹാനവറുകൾ വലിയ തരീഖത്തിലാണ്. ആ മഹാൻ പിന്നെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല. ദർസ് നടത്തുന്ന സമയത്ത് തൂണിന്റെ മറുവശത്തിരുത്തി ദർസ് നടത്തി. ദർസിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് കണ്ണ് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി തൂണിന്റെ മറുവശത്ത് സീറ്റ് കൊടുത്തു. അവിടെ ഇരുത്തിയിട്ട് ദർസ് നടത്തി. കാലം കുറെ മുന്നോട്ട് പോയി. ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറെ ചീർപ്പുകൾ ഒരാൾ ഹദിയ കൊണ്ട് കൊടുത്തു. ചീർപ്പ് ഒന്നിലധികമുണ്ട്, കുറെ ഉണ്ട്. ബഹുമാനപ്പെട്ടവർ ശിഷ്യന്മാർക്ക് ചീർപ്പ് ഇങ്ങനെ വിതരണം ചെയ്യാണ്. സ്വന്തത്തിൽ കിട്ടിയ ഹദിയയാണെങ്കിലും സ്വന്തമായി എടുക്കാതെ മുതഅല്ലിമീങ്ങൾക്ക് ചീർപ്പ് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവർക്കും ചീർപ്പ് കൊടുത്തപ്പോ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന കുട്ടിക്ക് ചീർപ്പ് കൊടുത്തില്ല. ഒരു മുതഅല്ലിം ചോദിച്ചു, ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് കിട്ടിയില്ലല്ലോ. ചോദിച്ചു, താടിയും മീശയും ഇല്ലാത്തവന് ചീർപ്പെന്തിനാണോ? താടി വാരാനല്ലേ ചീർപ്പ്, താടി ഇല്ലാത്തവന് ചീർപ്പെന്തിനാണ്? അപ്പോഴാണ് ആ മുതഅല്ലിം പറയുന്നത്, ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി വന്നിട്ട് താടി മുളച്ചിട്ട് കാലം കുറേയായി. മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി മുളച്ചിട്ട് കാലം കുറേയായി. പക്ഷേ അബൂ ഹനീഫ തങ്ങൾ ആ വിവരം അറിയില്ല.
ദിവസേന ദർസിൽ പങ്കെടുക്കുന്ന മുതഅല്ലിമാണ്. ആദ്യത്തെ കാഴ്ച കണ്ടതിന് ശേഷം പിന്നെ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. ദർസ് നടത്തുന്നുണ്ട്, ദർസ് കേൾപ്പിക്കുന്നുണ്ട്, പക്ഷേ തൂണിന്റെ മറുവശത്താണ്. പിന്നെ മുഖത്ത് നോക്കിയിട്ടില്ല. താടി മുളച്ച വിവരം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവന് താടി മുളച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീർപ്പ് അവനും കൊടുക്കാം. ഇതാണ് മുതഅല്ലിമീങ്ങളെ ത്വരീഖത്ത് അഥവാ ഇസ്ലാമിക നിയമം. ഇസ്ലാമിക നിയമപ്രകാരം, ശരീഅത്തിന്റെ നിയമപ്രകാരം പഠിപ്പിക്കുന്ന കുട്ടി ഇത്തരത്തിലുള്ള ആൺകുട്ടിയാണെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അവന്റെ മുഖത്ത് നോക്കുന്നതിന് വിരോധമില്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തിബിയാനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി, ദുരുദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കൽ ഉസ്താദിന് ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷേ അത് ശരീഅത്തിന്റെ നിയമമാണ്. ത്വരീഖത്തിലേക്ക് കടക്കുമ്പോൾ എന്നാ പഠിപ്പിക്കാൻ വേണ്ടിയും നോക്കരുത്. തൂണിന്റെ മറുവശത്ത് ഇരുത്തി തീരെ നോക്കാതെ കാണാതെ കൊല്ലങ്ങളോളം ദർസ് നടത്തുന്നു. അപ്പൊ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് കൈയൊഴിക്കലല്ല. ശരീഅത്ത് പൂർണ്ണമായി സ്വീകരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കലാണ് മഹാന്മാര് കാണിച്ച ത്വരീഖത്ത്. ആ ത്വരീഖത്തിലാണ് നമ്മുടെ ഇമാമിങ്ങളെല്ലാം. അവരെ പിന്തുടരുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലുണ്ടെന്ന് ബോധ്യം വേണം സുഹൃത്തുക്കളെ. എന്നാൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ശരീഅത്തിലും ഹറാമാണ് കേട്ടോ. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ അത് പച്ച ഹറാമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങൾ ചിലപ്പോ ബറക്കത്ത് കിട്ടണമെന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ കൈവശം ഉസ്താദിന് കൈയൊന്ന് കൊടുത്ത് ചുംബിക്കണമെന്ന് മനസ്സിലാക്കി കൈ നീട്ടുമ്പോൾ മുതഅല്ലിമിന് അതറിയില്ലെങ്കിലും ഉസ്താദ് കൈ കൊടുക്കാൻ പാടില്ല. മുസാഫഹത്ത് ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കം എല്ലാ ശരീഅത്ത് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.